നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ധാരാളം വാർത്തകൾ വരുന്ന ഒരു ദിവസമാണിന്ന്. പ്രത്യേകിച്ചും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ചില കാര്യങ്ങൾ ഇന്ന് അറിയാനുണ്ട്. സീറ്റ് നിഷേധിക്കുകയാണെങ്കിൽ കെ സുധാകരന്റെ നിലപാടെന്ത്? കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള നിലപാട് കെ സുധാകരൻ എടുക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ന് മാധ്യമങ്ങളെ കാണാനിരിക്കുകയാണ്. കണ്ണൂർ സീറ്റ് വേണമെന്ന കടുത്ത നിലപാട് സുധാകരൻ തുടരുന്നത് സ്വാഭാവികമായും കോൺഗ്രസിന് തലവേദനയാവും. കഴിഞ്ഞ ദിവസം വന്ന പട്ടികയിൽ എംപിമാർ ആവശ്യപ്പെട്ട, അതായത് അടൂരും ഒപ്പം തന്നെ കണ്ണൂരും അടക്കമുള്ള മണ്ഡലങ്ങൾ ഒഴിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് കോൺഗ്രസ് നടത്തിയത്. ഇനി കോൺഗ്രസിന്റെ നിലപാട്, അതായത് എംപിമാർ മത്സരിക്കേണ്ട എന്നുള്ള ആ നിലപാടിൽ ഹൈക്കമാൻഡ് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ കെ സുധാകരൻ എന്ത് നിലപാടെടുക്കും എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. അപ്പം എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ ഇനി തീരുമാനമുണ്ടാവുമോ? പെരുമ്പാവൂരിലെ ഒരു സീറ്റിനെ സംബന്ധിച്ച് കോൺഗ്രസ് ആദ്യഘട്ട പട്ടികയിൽ പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും ഇനി എൽദോസ് കുന്നപ്പള്ളിക്ക് ഒരു സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ ചോദ്യങ്ങൾ നിരവധിയാണ്. അതേസമയം ടി കെ ഗോവിന്ദന്റെ നിലപാട് CPM-നുണ്ടാക്കുന്ന തലവേദന ചെറുതല്ല. കൂടുതൽ പ്രചാരണം കടുപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു നിലപാടാണ് CPM നിലവിൽ എടുത്തിരിക്കുന്നത്. ഏതായാലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന നിരവധി വാർത്തകൾ. ഒപ്പം പശ്ചിമേഷ്യയിലേക്ക് പോയാൽ ഇറാനിൽ കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾ കൊല്ലപ്പെടുന്നത് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്കും ഇറാന്റെ പ്രതികരണത്തിലേക്കും ഒക്കെ നീങ്ങാനുള്ള ഒരു സാധ്യതയാണുള്ളത്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കമൊക്കെ സാധാരണഗതിയിലാകാനുള്ള ഒരു സാധ്യതയും നിലവിൽ കാണുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നിരവധി വാർത്തകളുള്ള ദിവസമാണ്. ആ വാർത്തകളിലേക്ക് വരാം. ആദ്യം തലക്കെട്ടുകൾ. സുരക്ഷാ കൗൺസിൽ മേധാവി അലി ലാറിജാനി കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിച്ച് ഇറാൻ. ലാറിജാനി ഖമനേയിക്ക് ശേഷം രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ വ്യക്തിത്വം. ഇറാൻ ബസജിദ് കമാൻഡർ ഗുലാം റിസ സുലൈമാനിയും കൊല്ലപ്പെട്ടു. പ്രതികാരം ചെയ്യുമെന്ന് IRGC. ഹോർമൂസിനി പഴയ പോലെ ആകില്ലെന്ന് ഇറാൻ. കടലിടുക്കിൽ വൻ ആക്രമണം നടത്തിയെന്ന് US. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വന്നെങ്കിലും തർക്കമൊഴിയാതെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം. ഇന്നലെ വന്നത് 55 പേരുടെ പട്ടിക. കടുത്ത നിലപാട് തുടർന്ന് കെ സുധാകരൻ ഇന്ന് മാധ്യമങ്ങളെ കാണും. എൽദോസ് കുന്നപ്പള്ളി ഇന്ന് ഡൽഹിയിൽ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. CPM-ന് തലവേദന കൂട്ടി ടി കെ ഗോവിന്ദൻ ഉയർത്തിയ ആരോപണങ്ങൾ. തളിപ്പറമ്പിലും പേരാവൂരിലും കൂടുതൽ ജാഗ്രതയോടെ പ്രചാരണം നടത്താൻ പാർട്ടി നിർദ്ദേശം. തളിപ്പറമ്പിലും ധർമ്മടത്തും ഇന്ന് മണ്ഡലം കൺവെൻഷൻ. BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഇന്ന് ഡൽഹിയിൽ. കേരളത്തിലെയും ബംഗാളിലെയും തർക്കമണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിത്വം ചർച്ചയാകും. മുഖ്യ അജണ്ട അസം, പുതുച്ചേരി, തമിഴ്നാട് എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തി സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവി. നാളെ ക്ഷേത്രത്തിന്റെ 2ാം നിലയിൽ ശ്രീരാമയന്ത്രം സ്ഥാപിക്കുന്നതിനും അനുബന്ധ പൂജകൾക്കും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം അമ്മയും സാക്ഷിയാകും. ഇന്ന് യമുനാ ആരതിയിൽ അമ്മ പങ്കെടുക്കും. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ റയൽ മാഡ്രിഡും PSG-യും ആഴ്സണലും ക്വാർട്ടറിൽ. റയലിന്റെ മുന്നേറ്റം മാഞ്ചസ്റ്റർ സിറ്റിയെ വീഴ്ത്തി. ചെൽസിയെ തോൽപ്പിച്ച് PSG-യുടെ കുതിപ്പ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. ഇറാൻ സുരക്ഷാ കൗൺസിൽ മേധാവി അലി ലാറിജാനി കൊല്ലപ്പെട്ടെന്ന് ഇറാൻ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഖമനേയിക്ക് ശേഷം ഇറാനിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ വ്യക്തിത്വമാണ് ലാറിജാനി. ഇന്നലെ പുലർച്ചെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ പ്രധാനമായും ലക്ഷ്യമിട്ടത് ലാറിജാനിയാണെന്നും അദ്ദേഹത്തെ കൊലപ്പെടുത്തിയെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇറാൻ തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആക്രമണത്തിൽ ഇറാൻ ബസജിദ് കമാൻഡർ ഗുലാം റിസ സുലൈമാനിയും കൊല്ലപ്പെട്ടു. അതേസമയം പ്രതികാരം ചെയ്യുമെന്നും വ്യോമസേന സജ്ജമാണെന്നും IRGC വ്യക്തമാക്കി. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതാണ് പ്രധാനം. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കമൊക്കെ വലിയ തോതിൽ പ്രതിസന്ധിയിലാകാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. തുടക്കത്തിൽ സൂചിപ്പിച്ച വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം. കോൺഗ്രസിന്റെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറങ്ങും. സീറ്റ് നിർണയത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന കെ സുധാകരൻ ഇന്ന് ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണും. 37 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇനി പ്രഖ്യാപിക്കാനുള്ളത്. എംപിമാർ മത്സരിക്കേണ്ട എന്ന നിലപാടിൽ ഉറച്ചാണ് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം ഉള്ളത്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ രജിത് കുമാർ നൽകും. ഒപ്പം കെ പ്രശാന്ത് കൂടി ചേരുന്നുണ്ട്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വന്നെങ്കിലും എറണാകുളത്തും കോൺഗ്രസിൽ ഒരു സസ്പെൻസ് തുടരുകയാണ്. അതിന്റെ വാർത്തകളൊക്കെ നമുക്ക് കിട്ടേണ്ടതുണ്ട്. ആദ്യം രജിത്തിലേക്കാണ്. രജിത്, ഗുഡ് മോർണിംഗ്. പ്രശാന്ത് ഓൾസോ ഗുഡ് മോർണിംഗ്. രജിത്തിലേക്കാണ് പോകുന്നത്. രജിത്ത്, ഈ കെ സുധാകരന്റെ നിലപാട് കോൺഗ്രസിന് വലിയ തരത്തിൽ വെല്ലുവിളി ഉയർത്താൻ പോകുന്ന ഒന്നായിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. 92 പേരാണ് കോൺഗ്രസിൽ മത്സരിക്കുക എന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. 55 സ്ഥാനാർത്ഥികളുടെ പേരുകളും വന്നു. ചില ഇടങ്ങളിലൊക്കെ വലിയ പ്രതിസന്ധിയായി മാറുകയാണല്ലോ കോൺഗ്രസിനെ സംബന്ധിച്ച്.
അഖില, ഗുഡ് മോർണിംഗ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിരുന്നതാണ് കോൺഗ്രസ്. എന്നാൽ അതിനുശേഷമാണ് CPM-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമാണ് കോൺഗ്രസിന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് പോകാൻ കഴിഞ്ഞത് എന്നത് ഇവിടെ ശ്രദ്ധേയമാണ്. എങ്കിൽ തന്നെയും 55 സ്ഥാനാർത്ഥികളുടെ പേരുകൾ, ആദ്യഘട്ട സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഇന്നലെ പ്രഖ്യാപിച്ചതിന് ശേഷം പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ പ്രചരണ പരിപാടികളൊക്കെയും ആരംഭിച്ചിരുന്നുവെങ്കിൽ തന്നെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം മാത്രമാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോൺഗ്രസിന് ചെയ്യാനായത്. ഇന്നിപ്പോൾ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് ഉണ്ടാകും എന്ന സൂചനയാണ് ലഭിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം, ഇന്ന് കഴിഞ്ഞ ആദ്യ ഘട്ടത്തിൽ 55 സ്ഥാനാർത്ഥികളായിരുന്നുവെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ 37 സ്ഥാനാർത്ഥികളെ കൂടി ഇനി പ്രഖ്യാപിക്കേണ്ടതുണ്ട്. കണ്ണൂരിൽ K. സുധാകരന് അടക്കമുള്ളവരുടെ ഏറ്റവും നിർണായകമായ സീറ്റുകളിലടക്കമാണ് ഇന്നിപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടത് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. നേരത്തെ അകലെ സൂചിപ്പിച്ചതുപോലെ തന്നെ K. സുധാകരൻ ഇടഞ്ഞു തന്നെയാണ്. കാരണം MP-മാർ മത്സര രംഗത്തേക്ക് എത്തേണ്ടതില്ല എന്ന കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം അത് ആ രീതിയിൽ തന്നെ ഇപ്പോഴും തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് K. സുധാകരനെ ഏറെ അലോസരപ്പെടുത്തുന്നുണ്ട്. അത്തരത്തിലുള്ള ചർച്ചകളിൽ നിന്നടക്കം മാറി നിൽക്കുന്ന ഒരു കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിലെ സ്ഥിര ക്ഷണിതാവ് കൂടിയാണ് K. സുധാകരൻ. അദ്ദേഹം പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എങ്കിൽ തന്നെയും അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെത്തി ഡൽഹിയിൽ കുറേ ദിവസങ്ങളായി അദ്ദേഹം ഡൽഹിയിൽ തന്നെ തുടരുന്നൊരു സാഹചര്യമുണ്ട്. അദ്ദേഹം ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സീറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വത്തോട് സംസാരിക്കുകയും കാര്യങ്ങൾ നീക്കുപോക്ക് ഉണ്ടാക്കുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് സീറ്റ് ലഭിക്കാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹം ഡൽഹിയിൽ തന്നെ തുടരുകയാണ്. ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്ന വിവരമാണുള്ളത്. അങ്ങനെയെങ്കിൽ LDF-ന് പിന്നാലെ കോൺഗ്രസിൽ നേരത്തെ മുതൽ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ എങ്ങും എത്തിയിട്ടില്ലെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ LDF-ന് പിന്നാലെ കോൺഗ്രസിലും ഇത്തരത്തിലൊരു പ്രശ്നം നിലനിൽക്കുന്നു. അത് K. സുധാകരൻ എന്തായിരിക്കും മാധ്യമങ്ങളോട് സംസാരിക്കുക എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ടേക്കും എന്ന ഒരു കാര്യമാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. എന്തുതന്നെയായാലും സ്ഥാനാർത്ഥി പട്ടികയുടെ അന്തിമ രൂപം നൽകുന്നതിനായി കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് സമിതി ഇന്നും ഡൽഹിയിൽ യോഗം ചേരുന്നുണ്ട്. അത് ഇന്ന് സംസ്ഥാനത്തെ സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ അന്തിമ രൂപം അല്ലെങ്കിൽ അന്തിമ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അമ്പലപ്പുഴയിൽ G. സുധാകരനാണ്, TK ഗോവിന്ദനും ഒറ്റപ്പാലത്ത്. ദയവായി തുടരുക. KK പ്രശാന്തിലേക്ക് പോവുകയാണ്. പ്രശാന്ത്, ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വന്നെങ്കിലും കോൺഗ്രസിൽ ഒരു സസ്പെൻസ് നിലനിൽക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനം. പെരുമ്പാവൂർ അടക്കമുള്ള സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചില്ല. എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് ഉണ്ടാകില്ല എന്നുള്ള ഒരു കാര്യമൊക്കെ കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഒപ്പം ദീപ്തി മേരി വർഗീസിനെയൊക്കെ പരിഗണിക്കേണ്ടതുണ്ടല്ലോ. അഖില, ഗുഡ് മോർണിംഗ്. ഏതായാലും തിരഞ്ഞെടുപ്പിൽ, അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 50ഓളം സീറ്റുകളാണ് ഈ മധ്യ കേരളത്തിൽ വരുന്നത്. ആ സീറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ തന്നെ LDF-ന് വിജയിച്ചു കയറാൻ കഴിഞ്ഞിരുന്നു. ഇത്തവണ ഈ മധ്യ കേരളം പിടിക്കാൻ കഴിഞ്ഞാൽ, പൂർണ്ണമായും പിടിക്കാൻ കഴിഞ്ഞാൽ അധികാരത്തിലേക്ക് എത്താമെന്നാണ് UDF കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ ശ്രദ്ധയോടുകൂടി ഈ സ്ഥാനാർത്ഥി നിർണയം. നമുക്കറിയാം, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിലുള്ള പ്രഖ്യാപനം നടത്തിയാൽ 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നാണ്. പക്ഷേ 24 കഴിഞ്ഞു, 48 മണിക്കൂറും കഴിയുമ്പോഴാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നത്. അതിനുശേഷം ഇപ്പോഴും രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക വരുന്നില്ല. മാത്രമല്ല, അതിൽ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ഒഴിച്ചിടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ തൃപ്പൂണിത്തറയുണ്ട്, വൈപ്പിനുണ്ട്, കൊച്ചിയുണ്ട്, അതുപോലെ തന്നെ പെരുമ്പാവൂരുണ്ട്. ഇതിൽ 2 നിർണായക സ്ഥലങ്ങളാണ്. ഒന്ന് പെരുമ്പാവൂരാണ്, മറ്റൊന്ന് തൃപ്പൂണിത്തറയാണ്. ഈ 2 സ്ഥലങ്ങളിലേക്ക് ആരൊക്കെ എത്തുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിന്റെ പേരാണ് എൽദോസ് കുന്നപ്പള്ളിക്ക് പകരമായി പെരുമ്പാവൂരിൽ ഉയർന്നു വരുന്നത്. പക്ഷേ ഇപ്പോഴും കുന്നപ്പള്ളിക്ക് സീറ്റുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഇന്ന് കോൺഗ്രസ് നേതൃത്വം കുന്നപ്പള്ളിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നേതൃത്വം ഇതുവരെ തനിക്ക് സീറ്റില്ല എന്ന് അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് കുന്നപ്പള്ളി വ്യക്തമാക്കുന്നത്. പക്ഷേ ഒരു വ്യക്തത വന്നില്ലെങ്കിലും ഒരു സൂചന ഏതായാലും ഈ സീറ്റ് ഉണ്ടാകില്ല എന്ന് തന്നെയാണ്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഒപ്പം തന്നെ തൃപ്പൂണിത്തറയിൽ ആരെത്തുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. K. ബാബു മത്സരരംഗത്തില്ല. K. ബാബു ഇതുവരെ ആരുടെയും പേരുകൾ പറഞ്ഞിട്ടില്ല എന്ന് K. ബാബു പറയുന്നുണ്ടെങ്കിലും ഡെപ്യൂട്ടി മേയർ ദീപക് ജോയിയുടെ പേരിന് അവിടെ സാധ്യത ഉയർന്നു വരുന്നുണ്ട്. ഒപ്പം തന്നെ കൊച്ചി, അതുപോലെ തന്നെ വൈപ്പിൻ, ഈ മണ്ഡലങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഇടതുപക്ഷം പിടിച്ചെടുത്ത മണ്ഡലങ്ങളാണ്. വൈപ്പിൽ നിന്ന് KN ഉണ്ണികൃഷ്ണൻ തൃപ്പൂണിത്തറയിലേക്ക് മാറിയിരിക്കുന്നു. അവിടെ MB ഷൈനി സ്ഥാനാർത്ഥിയാകുന്നു. സ്വാഭാവികമായും UDF-ന് ഒരു സ്വാധീനം അല്ലെങ്കിൽ ജയിച്ചു കയറാമെന്നൊരു പ്രതീക്ഷ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മാത്രമല്ല, ദീപക് ജോയി കഴിഞ്ഞ തവണ മത്സരിച്ച മണ്ഡലം കൂടിയാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് കൊച്ചി KJ മാക്സിയുടെ മണ്ഡലമാണ്. അവിടെ കാര്യം എത്തുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളാണ് പ്രധാനമായി നടക്കുന്നത്. മാത്രമല്ല, ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതായത് ഒരുപക്ഷെ വടക്കൻ കേരളത്തിലടക്കം
UDF കോൺഗ്രസ് പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ മുന്നേറ്റം ഉണ്ടാകേണ്ടത് മധ്യ കേരളത്തിൽ നിന്നാണ്. പ്രത്യേകിച്ച് 14 സീറ്റുണ്ട് എറണാകുളം ജില്ലയിൽ. കഴിഞ്ഞ തവണ അതിൽ തന്നെ 5 സീറ്റിലാണ് LDF വിജയിച്ച് കയറിയത്. ഇത്തവണ അതിന് മാറ്റമുണ്ടാക്കാൻ കഴിയും. അതായത് 14 സീറ്റും വിജയിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ കളമശ്ശേരിയുടെ കാര്യത്തിൽ കോൺഗ്രസിന് വരെ അത്ര ഉറപ്പില്ല. പക്ഷേ മറ്റു മണ്ഡലങ്ങൾ 13 മണ്ഡലങ്ങളിൽ വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു കയറാം എന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതിന് ഉതകുന്ന സ്ഥാനാർത്ഥികളെ മുന്നോട്ട് വെക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. പക്ഷേ ഈ സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാനപ്പെട്ട സിറ്റിംഗ് MLA-മാരിൽ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ കുന്നപ്പള്ളിയെ മാത്രമാണ് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്. മറ്റേതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. മധ്യ കേരളത്തിൽ ഇടുക്കി അതുപോലെ തന്നെ തൃശ്ശൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ കൂടുതൽ സീറ്റുകൾ നേടിക്കൊണ്ട് ഭരണത്തിലേക്ക് എത്തണം എന്നുള്ളതാണ് UDF കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ തന്നെ ചില നിർദ്ദേശങ്ങളാണ് കനകുലു അടക്കം നൽകുകയും ഒക്കെ ചെയ്ത് അതിനുള്ള നീക്കങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് വളരെ ശ്രദ്ധയോടെ പ്രശ്നങ്ങളില്ലാതെ പരിഹരിക്കും. പക്ഷേ ഇതിന് പ്രധാനപ്പെട്ട കാര്യം ഈ സമയം അങ്ങ് കഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് 3ാമത്തെ ദിവസമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് ആ നടപടികൾ വേഗത്തിലാക്കുകയാണ്. ശരി, രജിത്തിലേക്ക് കൂടി. പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ സമയം ഏകദേശം, അതായത് രജിത്ത് തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥി വരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് 2 ദിവസം കഴിയുന്നു. അപ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ച് അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുമ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണ്ണയം ഒരു കീറാമുട്ടിയാവുകയാണ്. MLA-മാരെ എല്ലാവരെയും മത്സരിപ്പിക്കാമെന്ന് തീരുമാനിച്ചെങ്കിലും എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റി നിർത്തുന്നു എന്നുള്ള വാർത്തകളാണല്ലോ വരുന്നത്. തീർച്ചയായും ഇപ്പോൾ പ്രശാന്ത് സൂചിപ്പിച്ച പോലെ തന്നെയാണ് എറണാകുളം ജില്ലയിൽ തന്നെ വിവിധ മണ്ഡലങ്ങളിലെ സീറ്റുകളുടെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെയാണ് പത്തനംതിട്ട ഇടുക്കി ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ജില്ലകളിലും സ്ഥാനാർത്ഥികളെ ഇതുവരെയും പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാസർഗോഡ് ജില്ലയിൽ സ്ഥാനാർത്ഥികൾ ഒരു മണ്ഡലത്തിലും കാസർഗോഡ് ജില്ലയിൽ ഇതുവരെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ MP-മാരെ മത്സര രംഗത്തേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് ഒരു പക്ഷേ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ കോൺഗ്രസിന് വലിയൊരു കിറാമുട്ടിയായിട്ട് വന്നിട്ടുള്ളതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവർ സീറ്റിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വത്തോട് മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന കാര്യം വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ കോന്നി ഉൾപ്പെടെയുള്ള സീറ്റുകൾ ഇപ്പോഴും ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഒപ്പം മറ്റ് നേരത്തെ നമുക്കറിയാം വിവിധ MP-മാർ പല MP-മാരും മത്സര താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തിയിരുന്നു. അവയിലൊരു തീരുമാനമായിട്ടില്ല. അതേ സമയത്ത് തന്നെയാണ് കെ സുധാകരനെ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം. മറ്റാരും അഭിപ്രായ പ്രകടനങ്ങൾ നേരിട്ടുള്ളൊരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ലെങ്കിലും കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ട്, തങ്ങൾക്ക് സ്ഥാനാർത്ഥികളാകാൻ താല്പര്യമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. എന്നാൽ ഇവിടെ ഈ കോൺഗ്രസിനുള്ളിൽ അല്ലെങ്കിൽ കോൺഗ്രസിനെ നേരിട്ട് ഒരു സമര രംഗത്തേക്ക് അല്ലെങ്കിൽ ഒരു പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്തിയിട്ടുള്ളത് കെ സുധാകരനാണ്. കെ സുധാകരൻ ഇന്ന് എന്തു പറയും എന്നത് തന്നെ ഏറ്റവും പ്രധാനമാണ്. കെ സുധാകരനെ ഏത് തരത്തിൽ ഇവർ സമാധാനപ്പെടുത്തും എന്നതും കാണേണ്ടതുണ്ട്. എന്തുതന്നെയായാലും വലിയൊരു നിർണായകമായ ദിവസം കൂടിയാണ് കോൺഗ്രസിന് ഇന്ന്. സ്ഥാനാർത്ഥി നിർണ്ണയം വലിയൊരു കിറാമുട്ടി കോൺഗ്രസിൽ തുടരുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമയം മുന്നേക്ക് പോകുന്നു. 2 ദിവസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് 3ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. സ്ഥാനാർത്ഥിയെ എത്താൻ കഴിഞ്ഞില്ല. ഒപ്പം തന്നെയാണ് പത്രികാ സമർപ്പണത്തിനുള്ള ദിവസവും ഇങ്ങനെ അടുക്കുകയാണ്. മറ്റും മുന്നണികളൊക്കെയും തന്നെ പ്രചരണവുമായി രംഗത്തേക്ക് എത്തുന്ന സമയത്ത് കോൺഗ്രസിന് 37 സ്ഥാനാർത്ഥികളെ കൂടി ഇനിയും പ്രഖ്യാപിക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അത് പ്രധാനപ്പെട്ട ജില്ലകളിൽ അല്ലെങ്കിൽ കോൺഗ്രസിന് കൂടുതൽ സ്വാധീനമുള്ള ജില്ലകളിലൊക്കെയും ഇനിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട് എന്നതും ഒരു നിർണായക കാര്യം കൂടിയാണ്. അത്തരത്തിൽ ഒരു നിർണായക ദിവസമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്നുള്ളത്. സുധാകരൻ എന്തു പറയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസിനുള്ള ഒരു പ്രധാന വെല്ലുവിളിയായി ഇന്നത്തെ ദിവസത്തിൽ ഉള്ളത്. രജിത് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒപ്പം കൊച്ചിയിൽ നിന്നും KK പ്രശാന്തും വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ദിവസമാണ്. മുതിർന്ന നേതാക്കളുടെ തീരുമാനം ഇനി എങ്ങനെയാണ്? പല നേതാക്കൾക്കും വേണ്ടിയും മുതിർന്ന നേതാക്കൾ ഇടപെടുന്നുണ്ട് എന്നുള്ള വാർത്തകൾ കൂടി വരുന്നു. ആ 37 സീറ്റുകൾ വലിയ ഒരു കോൺഗ്രസിനെ സംബന്ധിച്ച് അധികാരത്തിൽ തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്ന ഈ കാലത്ത് ആ 37 സീറ്റും നിർണായകമായ ഒന്നായി മാറാൻ പോവുകയാണ് ആ സ്ഥാനാർത്ഥി നിർണയം. ഇനി കണ്ണൂരിലേക്ക് വന്നാൽ TK ഗോവിന്ദൻ ഉയർത്തിയ ആരോപണങ്ങൾ CPM-ന് തലവേദന കൂട്ടുന്നു എന്നുള്ളതാണ്. തളിപ്പറമ്പിലും പേരാവൂരിലും കൂടുതൽ ജാഗ്രതയോടെ പ്രചാരണം നടത്താനാണ് പാർട്ടി നിർദ്ദേശിച്ചിരിക്കുന്നത്. തളിപ്പറമ്പിലും ധർമ്മടത്തും ഇന്ന് മണ്ഡലം കൺവെൻഷൻ കൂടി ഉണ്ട്. ജോസഫ് അഗസ്റ്റിൻ വിശദാംശങ്ങൾ നൽകും. ജോസഫ്, CPM-നെ സംബന്ധിച്ച് 3ാം വട്ടവും അധികാരത്തിലെത്തുമെന്ന് ഉറപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തന്നെ CPM-ന്റെ സ്വന്തം കോട്ടയിൽ കണ്ണൂരിൽ വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. വിമതശല്യം രൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോവുകയാണല്ലോ.
അഖില, തീർച്ചയായും കണ്ണൂരിലെ CPM-നെ സംബന്ധിച്ചിടത്തോളം കറുത്ത ദിനങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും. പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ പയ്യന്നൂരിൽ P. കുഞ്ഞികൃഷ്ണൻ വെല്ലുവിളി ഉയർത്തുന്നതിന് പിന്നാലെ തന്നെ തളിപ്പറമ്പിലും ഇത്തരത്തിൽ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദനും കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. പാർട്ടിക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ മുമ്പിലും ജനങ്ങളുടെ മുമ്പിലും TK ഗോവിന്ദൻ തുറന്നടിച്ചത്. പാർട്ടിയിൽ വലിയ രീതിയിൽ മൂല്യച്യുതി സംഭവിച്ചിട്ടുണ്ടെന്നും ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് പാർട്ടി കടന്നിരിക്കുന്നുവെന്നും ഇതിൽ MV ഗോവിന്ദന് കൃത്യമായ പങ്കുണ്ട് എന്നുമാണ് പ്രധാനമായും ആരോപിച്ചിട്ടുള്ളത്. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥ്യത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ കൂടി ഇദ്ദേഹം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ഇത് വലിയ വെല്ലുവിളിയാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉയർത്തുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പയ്യന്നൂരിലും തളിപ്പറമ്പിലും പേരാവൂരിലും പ്രത്യേക ജാഗ്രത വേണമെന്നൊരു നിർദ്ദേശം കൂടിയാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇതിനായി മുതിർന്ന നേതാക്കളെ ഇതിന്റെ ചുമതലകൾ എല്ലാം തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥി ആക്കിയതിന് പിന്നാലെ ഇത്തരത്തിൽ TK ഗോവിന്ദനെയായിരുന്നു ഇത്തരത്തിൽ തളിപ്പറമ്പ് മണ്ഡലത്തിലെ ചുമതലകൾ നിർവഹിക്കാൻ ഏൽപ്പിച്ചിരുന്നു. പക്ഷേ TK ഗോവിന്ദൻ ഇടഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ആ ഘട്ടത്തിൽ പ്രവർത്തനങ്ങളൊന്നും കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ PK ശ്യാമളയ്ക്ക് അന്ന് സാധിച്ചിരുന്നില്ല. അതിനുശേഷമാണ് ഇത്തരത്തിൽ TK ഗോവിന്ദൻ ഇത്തരത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിയത്. അതിനുശേഷം ഇവിടെ പ്രവർത്തനങ്ങൾ വളരെ ദ്രുതഗതിയിൽ വളരെ PK ശ്രീമതി ഉൾപ്പെടെയുള്ള ആളുകളെ നേരിട്ട് നിയോഗിച്ചാണ് ഇത്തരത്തിൽ പ്രചരണങ്ങൾ നടത്തുന്നത്. ആന്തൂരിലെ പ്രവാസി വ്യവസായി സാജന്റെ മരണവുമായി ബന്ധപ്പെട്ട് പച്ച നുണ പടച്ചു വിടുകയാണ്. അത് ജനവികാരം, പാർട്ടി വികാരം, പാർട്ടി ആളുകളെ ഇളക്കിവിടാനാണ് എന്നുള്ളൊരു ഗുരുതരമായ ആരോപണമാണ് ഇന്നലെ വിളിച്ചു ചേർത്ത രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലും നേതാക്കൾ പ്രധാനമായും പറഞ്ഞത്. എന്തായാലും TK ഗോവിന്ദനും V. കുഞ്ഞികൃഷ്ണനും ഉയർത്തിക്കൊണ്ടുവരുന്ന വെല്ലുവിളികളെ എങ്ങനെ അതിജീവിക്കാമെന്നൊരു ആശങ്ക കൂടി CPM-ന്റെ ഉള്ളിലുണ്ട്. എന്നിരുന്നാൽ പോലും അടിസ്ഥാനപരമായി പാർട്ടി അണികളെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ബോധിപ്പിക്കാൻ കുടുംബ കൺവെൻഷനുകൾ ഉൾപ്പെടെ മണ്ഡലം കൺവെൻഷനുകൾ ഉൾപ്പെടെ നടത്താനാണ് ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് തളിപ്പറമ്പിലും അതുപോലെ തന്നെ ധർമ്മടത്തും മണ്ഡലം കൺവെൻഷനുകളുണ്ട്. ഈ തളിപ്പറമ്പിലെ മണ്ഡലം കൺവെൻഷനിലും ഈ ധർമ്മടത്തെ മണ്ഡലം കൺവെൻഷനുകളിലും ഈ MV ഗോവിന്ദൻ പങ്കെടുക്കും, രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കും. മാത്രമല്ല തനിക്കെതിരെയും കുടുംബത്തിനെതിരെയും ഉയർന്ന ആരോപണങ്ങളിൽ വ്യക്തത വരുത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ സാഹചര്യങ്ങളിൽ പോലും മെച്ചമുണ്ടാക്കാൻ UDF-ന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യമെന്ന് UDF നേതൃത്വം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ചോദിക്കട്ടെ. അതായത് ഇപ്പോ CPM-നെ സംബന്ധിച്ച് ആളുകളുടെ മനസ്സിലേക്ക് കൃത്യമായ കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. അതേസമയം കണ്ണൂരിൽ K. സുധാകരൻ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പന്തം കൊളുത്തി പ്രകടനമൊക്കെ നടന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസിനും വലിയ രീതിയിൽ പ്രതിസന്ധിയിലൂടെ നീങ്ങുന്ന ഒരു സാഹചര്യമാണ് കണ്ണൂരിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. K. സുധാകരൻ ഇപ്പോഴും അയ്യാതെ തന്നെ നിൽക്കുകയാണ്. സ്ഥാനാർത്ഥിത്വം വേണമെന്നൊരു നിലയിൽ നിന്ന് K. സുധാകരൻ ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോയിട്ടില്ല എന്നാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും K. സുധാകരനെ അനുകൂലിച്ച് വലിയ രീതിയിലുള്ള പരസ്യമായ പ്രകടനങ്ങളിലേക്ക് അണികൾ അടക്കം കടക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയോടുകൂടി DCC ഓഫീസിന് മുമ്പിൽ 20ഓളം പ്രവർത്തകർ നേരിട്ടെത്തി പന്തം കൊളുത്തി പ്രകടനം നടത്തുകയായിരുന്നു. മാത്രമല്ല വ്യാപകമായ രീതിയിൽ പേരാവൂർ മണ്ഡലത്തിലും സണ്ണി ജോസഫ് മത്സരിക്കുന്ന പേരാവൂർ മണ്ഡലത്തിലും ഇരിക്കൂർ മണ്ഡലത്തിലും കണ്ണൂരിലെ വിവിധ ഇടങ്ങളിൽ ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഒതുക്കാൻ നോക്കിയാൽ ഞങ്ങൾ നിങ്ങളെ ഒതുക്കുമെന്ന കോൺഗ്രസ് നേതൃത്വത്തിന് വെല്ലുവിളിയും മുന്നറിയിപ്പുമാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്, സുധാകര പക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്നത്. K. സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടി എല്ലാം അറിയാവുന്ന ഒരു നേതാവ് കൂടിയാണിത്. മാത്രമല്ല അണികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കണ്ണൂരിന്റെ ഗർജിക്കുന്ന സിംഹം എന്നറിയപ്പെടുന്ന K. സുധാകരനെ ഒരു തരത്തിലും ഇത്തരത്തിൽ വെട്ടിമാറ്റാൻ തങ്ങൾ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. വേണ്ടി വന്നാൽ ഇത്തരത്തിൽ സണ്ണി ജോസഫിനെതിരെ പേരാവൂരിൽ വരെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നിർത്തും. മാത്രമല്ല വലിയ രീതിയിൽ വിഭാഗീയത ഉടലെടുത്താൽ ഒരുപക്ഷെ സണ്ണി ജോസഫിന് പോലും സ്വന്തം മണ്ഡലത്തിൽ വിജയിച്ച് കയറാൻ സാധിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കടക്കുകയില്ല. എന്തായാലും പേരാവൂരിൽ അതീവ പ്രശ്നങ്ങളിലേക്ക് കോൺഗ്രസ് ഇപ്പോൾ നീങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ അവസരം മുതലാക്കാൻ ഒരുങ്ങുകയാണ് CPM. ഇത്തരത്തിൽ വലിയ രാഷ്ട്രീയ കാര്യങ്ങൾ ഒന്നും ചർച്ച ചെയ്യാതെ ഇത്തരത്തിൽ പ്രധാനമായും ഈ ടീച്ചറിന്റെ ജനപിന്തുണ കണക്കിലാക്കി ആ മണ്ഡലം പിടിച്ചെടുക്കാനുള്ള
വലിയൊരു പോരാട്ടത്തിലാണ്. അഖിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രത്യേക ജാഗ്രത വേണമെന്ന് ചില മണ്ഡലങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. അതൊന്ന് പയ്യന്നൂരും അതുപോലെ തന്നെ തളിപ്പറമ്പും, മൂന്നാമതൊന്ന് പേരാവൂരുമാണ്. ടീച്ചറെ ഒതുക്കാനാണ് ഈ പേരാവൂരെ ഇത്തരത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്, മത്സരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ഗുരുതരമായ ആരോപണം. അത് ഇത്തരത്തിൽ ടീച്ചർ പരാജയപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ പാർട്ടി കേൾക്കേണ്ടി വരും. കഴിഞ്ഞ കാലത്തെ സംഭവങ്ങൾ, അതായത് വടകരയിൽ ടീച്ചറെ തോപ്പിച്ചു, ഒതുക്കി, പി ജയരാജനെ വടകരയിൽ നിർത്തി തോപ്പിച്ചു. മാത്രമല്ല പിന്നീട് അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങളൊന്നും കൊടുത്തില്ല. ആ വഴി വലിയ രീതിയിൽ പാർട്ടി അണികൾക്കിടയിൽ സജീവമായ ചർച്ചയായി നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രതിസന്ധി പരിഹരിക്കണമെങ്കിൽ ടീച്ചറെ അവിടെ എത്രയും വേഗം വിജയിപ്പിച്ചെടുക്കണമെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഈ ജില്ലാ നേതൃത്വം കണക്കുകൂട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ ജോസഫ് അഗസ്റ്റിൻ ആണ് കണ്ണൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. CPM-നെ സംബന്ധിച്ച് സ്വന്തം കോട്ടയിൽ ഒരു പ്രശ്നമുണ്ടാകാൻ പാടില്ല, അതിനുവേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാവും. കോൺഗ്രസിനും അതുപോലെ തന്നെയാണ് കെ സുധാകരന്റെ നിലപാട് നിർണായകമാകുന്ന ഘട്ടത്തിൽ കെ സുധാകരൻ അനുകൂലികൾ കൂടുകയാണ് കണ്ണൂരിൽ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ജോസഫ് അഗസ്റ്റിനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇനി സ്ഥാനാർത്ഥി നിർണയത്തിൽ എല്ലായിടത്തും പൊട്ടിത്തെറികൾ ഉണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനം. മുസ്ലിം ലീഗിലും അത്തരത്തിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട്. PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പരോക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ രണ്ടത്താണി രംഗത്ത് വന്നു. തിരൂരങ്ങാടിയിൽ PMA സമീറിനെ സ്ഥാനാർത്ഥിയാക്കിയത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് എന്നാണ് വിമർശനം. പാണക്കാട് തങ്ങളെ കരുവാക്കി ചിലരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് സമീറിനെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നാണ് വിമർശനം. താൻ വിമർശിക്കപ്പെടേണ്ടവൻ അല്ല എന്ന് ആരും ധരിക്കരുതെന്നും അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. PMA സമീർ PK കുഞ്ഞാലിക്കുട്ടിയുടെ നോമിനിയാണെന്നും പ്രധാനമായും വിമർശനം ഉന്നയിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് കോഴിക്കോട് കുറ്റ്യാടി നിയമസഭാ മണ്ഡലം. 2016 മുസ്ലിം ലീഗ് പാറയ്ക്കൽ അബ്ദുള്ളയിലൂടെ തിരിച്ചുപിടിച്ച മണ്ഡലം 2021 KP കുഞ്ഞമ്മദ്കുട്ടിയിലൂടെ LDF-ന്റെ അക്കൗണ്ടിൽ തന്നെയായി. 2021 പാറയ്ക്കൽ അബ്ദുള്ള KP കുഞ്ഞമ്മദ്കുട്ടി പോരാട്ടത്തിന്റെ തനിയാവർത്തനമാണ് ഇത്തവണയും കുറ്റ്യാടിയിൽ നടക്കാനിരിക്കുന്നത്. കുറ്റ്യാടി മുൻപ് മേപ്പയ്യൂർ മണ്ഡലമായിരുന്നു. മുസ്ലിം ലീഗിലെ പണാറത്ത് കുഞ്ഞു മുഹമ്മദ് വിജയിച്ചതിന് ശേഷം 2016 പാറക്കൽ അബ്ദുള്ളയിലൂടെയാണ് മുസ്ലിം ലീഗ് മണ്ഡലം തിരിച്ചുപിടിക്കുന്നത്. CPM-ന്റെ തട്ടകത്തിൽ ജോസ് കെ മാണിക്ക് സീറ്റ് നൽകിയതിൽ CPM-ൽ പ്രാദേശികമായി പരസ്യ പ്രതിഷേധ പ്രകടനങ്ങൾ വരെയുണ്ടായി. നേതൃത്വത്തിന്റെ നീരസത്തിനിടയിലും KP കുഞ്ഞമ്മദ്കുട്ടിയെ സ്ഥാനാർത്ഥിയാക്കാൻ CPM ഒടുവിൽ നിർബന്ധിതമായി. 333 വോട്ടുകൾക്ക് പാറക്കൽ അബ്ദുള്ളയെ പരാജയപ്പെടുത്തി കുഞ്ഞമ്മദ്കുട്ടി മണ്ഡലം തിരിച്ചുപിടിച്ചു. തിരഞ്ഞെടുപ്പിൽ വിജയിച്ചെങ്കിലും അച്ചടക്കം ലംഘിച്ചതിന് സംഘടനാ നടപടികളും വിവിധ തലങ്ങളിലുണ്ടായി. എന്നാൽ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പടുത്തിരിക്കെ ഇടതുപക്ഷത്തിന് ചിന്തിക്കാൻ കുറ്റ്യാടിയിൽ KP കുഞ്ഞമ്മദ് എന്ന പേരല്ലാതെ മറ്റൊരു പേരില്ല. അതേസമയം നേരിയ മാർജിനിൽ വിജയം കൈവിട്ട പാറക്കൽ അബ്ദുള്ള 5 വർഷമായി പിന്നീട് മണ്ഡലത്തിൽ സജീവമായുണ്ട്. വലിയ പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട് കുറ്റ്യാടിയിൽ. അതൊരു ക്ലിയർ കട്ട് UDF മണ്ഡലം. ഒപ്പം ഇതിലുള്ള ഏറ്റവും വലിയൊരു ഘടകം ഈ CPM-ന്റെ ഞങ്ങൾ ജയിച്ചു വരുന്നതിൽ CPM-ന്റെ നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാരുടെ വലിയ പിന്തുണ ഞങ്ങൾക്കുണ്ട്. ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നീ ഘട്ടങ്ങളിലെല്ലാം UDF-നുണ്ടായ മേൽക്കൈ കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പാറക്കൽ അബ്ദുള്ള. നമ്മൾ ഒരിക്കലുമില്ലാത്ത ഒരു കാലഘട്ടത്തിലുമില്ലാത്ത ഒരു മുന്നേറ്റം അത് കേരളം മുഴുക്കെ നമ്മൾ കാണുന്നുണ്ട്. കുറ്റ്യാടിയിലും ഉണ്ട്. കുറ്റ്യാടിയിൽ പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 24,000 ഭൂരിപക്ഷം ഉണ്ടായിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടായി, ചെറിയ ഭൂരിപക്ഷമല്ല. കുന്നുമ്മൽ പഞ്ചായത്ത് പോലും 6 സീറ്റ് 15 സീറ്റാണ്, 2 സീറ്റ് കിട്ടുമായിരുന്നെങ്കിൽ. കാരണം കുന്നുമ്മലൊന്നും UDF-ന് കടന്നു ചെല്ലാൻ പറ്റാത്ത മേഖലയാണ്. ലോക്സഭാ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് പാറ്റേൺ കണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാനാവില്ലെന്ന് അനുഭവങ്ങളുടെ കാര്യത്തിൽ ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട് KP കുഞ്ഞമ്മദ്കുട്ടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു കാഴ്ചപ്പാടാണ്. സംസ്ഥാന ഭരണത്തിൽ ആര് വരണം, സംസ്ഥാന ഭരണം എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് കേരളത്തിലെ വോട്ടർമാർക്ക് വ്യക്തമായ ധാരണയുണ്ട്. കുറ്റ്യാടി മണ്ഡലത്തിലും ആ രൂപത്തിൽ കേരള നിയമസഭയിൽ എങ്ങനെയായിരിക്കണം, കേരള ഭരണം എങ്ങനെയായിരിക്കണം, കുറ്റ്യാടിയിലെ പ്രതിനിധി എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി മാത്രം ചേർന്നുകൊണ്ട് നമുക്ക് താരതമ്യം ചെയ്തു പോകുന്നത് അടിസ്ഥാനരഹിതമാണ്, അല്ലെങ്കിൽ അശാസ്ത്രീയമാണ് എന്ന് പറയുന്നതാണ് ശരി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 4558 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട് UDF-ന്. ആകെയുള്ള 8 പഞ്ചായത്തുകളിൽ 4ഇടത്ത് UDF-നും 3ഇടത്ത് LDF-നുമാണ് ഭരണം. ഞാനിപ്പോൾ നിൽക്കുന്നത് ലോകനാർ കാവിലാണ്. കളരി അഭ്യാസികൾ പയറ്റിത്തെളിഞ്ഞ മണ്ണാണിത്.
കുറ്റ്യാടി നിയമസഭാ മണ്ഡലത്തിലാണ് ലോകനാർക്കാവുള്ളത്. 2021 പാറക്കൽ അബ്ദുള്ള KP കുഞ്ഞഹമ്മദ് കുട്ടി ക്ലാസിക്കൽ പോരാട്ടം നടന്ന മണ്ണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ ക്ലാസിക്കൽ പോരാട്ടത്തിനാണ് കുറ്റ്യാടി നിയമസഭാ മണ്ഡലം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. വിജയി ആരാണെന്നറിയണമെങ്കിൽ അവസാനം വരെ കാത്തിരിക്കണം. ക്യാമറാമാൻ സജി തറയിലിനൊപ്പം MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. ഇനി മധ്യ കേരളത്തിലെ പാലായിലേക്ക് വന്നാൽ അരനൂറ്റാണ്ടിലധികം KM മാണി പ്രതിനിധീകരിച്ച മണ്ഡലമാണ് പാല. 2019 KM മാണിയുടെ നിര്യാണത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടായിരുന്നു മാണി സി കാപ്പന്റെ ജയം. പിന്നീട് പാലായിലെ വികസനത്തെ ചൊല്ലി ഉയർന്ന തർക്കങ്ങളിലെല്ലാം ഒരു വശത്ത് ജോസ് കെ മാണി MP-യും മറുവശത്ത് മാണി സി കാപ്പൻ MLA-യുമായിരുന്നു. ജോസ് കെ മാണിയും മാണി സി കാപ്പനുമൊപ്പം BJP സ്ഥാനാർത്ഥിയായി ഷോൺ ജോർജും കൂടി എത്തുമ്പോൾ പാലായിൽ ഇത്തവണ പോരാട്ടം തീവാറുമെന്നുറപ്പ്. പാല ഒരു കാലത്ത് KM മാണിയുടെ പാല എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 52 വർഷം തുടർച്ചയായി പാലായുടെ ജനപ്രതിനിധിയായിരുന്നു KM മാണി. പിന്നീട് അത് മാണി സി കാപ്പനായി മാറി. പാല KM മാണിയുടെ പാല എന്നറിയപ്പെട്ടത് അരനൂറ്റാണ്ടിലധികം KM മാണി പാലായുടെ MLA ആയിരുന്നതുകൊണ്ട് മാത്രമല്ല. 1965 പാലാ നിയോജക മണ്ഡലം രൂപീകൃതമായതിനു ശേഷം 2019 KM മാണിയുടെ മരണം വരെ പാലായിൽ മറ്റൊരു MLA ഉണ്ടായിരുന്നില്ല. MLA ആയും മന്ത്രിയായും പാലായുടെ വികസനത്തിൽ വലിയ സംഭാവനകൾ നൽകിയ നേതാവായിരുന്നു KM മാണി. ധനകാര്യമന്ത്രിയായിരുന്ന കാലഘട്ടങ്ങളിൽ KM മാണി തൻ്റെ ബജറ്റുകളിൽ പാലായെ അടയാളപ്പെടുത്തി. 2019 KM മാണിയുടെ നിര്യാണത്തിന് ശേഷമാണ് പാല മറ്റൊരാളെ MLA ആയി തിരഞ്ഞെടുക്കുന്നത്. KM മാണിയുടെ നിര്യാണത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് നിലനിർത്താൻ കേരള കോൺഗ്രസ് എമ്മിനും UDF-നും കഴിഞ്ഞില്ല. പാർട്ടിക്കുള്ളിലെ തർക്കങ്ങളെ തുടർന്ന് തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോസ് ടോം 2493 വോട്ടുകൾക്ക് LDF സ്ഥാനാർത്ഥി മാണി സി കാപ്പനോട് പരാജയപ്പെട്ടു. 2020 കേരള കോൺഗ്രസ് M ഇടതുമുന്നണിയിലെത്തി. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലാ നഗരസഭയിലടക്കം നിയോജകമണ്ഡലത്തിൽ കേരള കോൺഗ്രസ് M തിളക്കമാർന്ന വിജയം കൈവരിച്ചു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മാണി സി കാപ്പൻ ഇടതുമുന്നണി വിട്ട് UDF-ൽ ചേക്കേറി. ജോസ് കെ മാണി പാലായിൽ LDF സ്ഥാനാർത്ഥിയായും മാണി സി കാപ്പൻ UDF സ്ഥാനാർത്ഥിയുമായും മത്സരിച്ചപ്പോൾ വിജയം മാണി സി കാപ്പനൊപ്പമായിരുന്നു. 15,000-ൽ പരം വോട്ടുകൾക്കായിരുന്നു മാണി സി കാപ്പന്റെ വിജയം. 2019 KM മാണിയുടെ നിര്യാണത്തിന് ശേഷവും പാല എന്നും ഒരു ശ്രദ്ധാകേന്ദ്രം തന്നെയായിരുന്നു. പാലായുടെ വികസനത്തെ ചൊല്ലിയാണ് ഇപ്പോൾ ഇവിടെ പ്രധാനമായും വിവാദങ്ങൾ ഉയരുന്നത്. 2019 ഉപതെരഞ്ഞെടുപ്പിൽ മാണി സി കാപ്പൻ വിജയിച്ചതു മുതൽ തുടങ്ങിയതാണ് ജോസ് കെ മാണി മാണി സി കാപ്പൻ പോര്. 2021 ഇരുവരും മുന്നണി മാറിയതോടെ ഇത് കൂടുതൽ ശക്തമായി. പാലായുടെ വികസനത്തിന് മാണി സി കാപ്പൻ ഒന്നും ചെയ്യുന്നില്ലെന്നും KM മാണി കൊണ്ടുവന്ന പദ്ധതികളുടെ പൂർത്തീകരണം MLA വൈകിപ്പിക്കുന്നുവെന്നുമായിരുന്നു ജോസ് കെ മാണിയുടെ ആരോപണം. എന്നാൽ മണ്ഡലത്തിന്റെ വികസനത്തിന് തടസ്സം ജോസ് കെ മാണിയാണെന്ന വാദമാണ് മാണി സി കാപ്പൻ ഉയർത്തിയത്. മണ്ഡലത്തിലേക്ക് അനുവദിക്കപ്പെട്ട ഫണ്ടുകളെ ചൊല്ലി പലപ്പോഴും ഇരുവരും തമ്മിൽ അവകാശവാദങ്ങളും തർക്കങ്ങളും ഉയർന്നു. വരുന്ന തിരഞ്ഞെടുപ്പിലും പാലായിൽ ഇരുവരും മത്സര രംഗത്തേക്ക് ഇറങ്ങുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. അതേസമയം NDA സ്ഥാനാർത്ഥിയായി BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജിനെയാണ് പരിഗണിക്കുന്നത്. ഇതോടെ പാലായിൽ ഇത്തവണ ശക്തമായ ത്രികോണ മത്സരത്തിന് തന്നെയാണ് വേദിയൊരുങ്ങുന്നത്. പാലായുടെ ജനഹിതം ഇത്തവണ ആർക്കൊപ്പമാകുമെന്ന് കാത്തിരുന്നു തന്നെ കാണണം. KM മാണിയുടെ പാലായെ വീണ്ടെടുക്കാൻ കേരള കോൺഗ്രസ് എമ്മിന് കഴിയുമോ? അതോ മാണി സി കാപ്പനെ ആയിരിക്കുമോ പാല പിന്തുണയ്ക്കുക? അതല്ലെങ്കിൽ NDA-ക്കൊപ്പം പാല നിൽക്കുമോ? ഇത് ഏതായാലും കാത്തിരുന്നു തന്നെ കാണേണ്ടിയിരിക്കുന്നു. ക്യാമറമാൻ ജിത്തു കൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്. തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ കോൺഗ്രസിൽ ഒരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. ഉമാ തോമസിന് തന്നെ കൊടുക്കണമോ ഈ സ്ഥാനാർത്ഥിത്വം എന്നുള്ള കാര്യത്തിൽ. പക്ഷേ പിന്നീട് കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ ആ തൃക്കാക്കരയിൽ ഉമാ തോമസ് തന്നെ മത്സരിക്കുകയാണ്, സിറ്റിംഗ് MLA. വലിയ ആത്മവിശ്വാസത്തിലാണ് തൃക്കാക്കരയിൽ ഉമാ തോമസ് വീണ്ടും ജനവിധി തേടിയെത്തുന്നത്. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ആശയക്കുഴപ്പങ്ങൾ നിലനിന്നിരുന്നുവെങ്കിലും നേതാക്കൾ കൃത്യമായ ഉറപ്പ് നൽകിയിരുന്നുവെന്നാണ് ഉമാ തോമസ് പറയുന്നത്. ഒപ്പം UDF അധികാരത്തിലെത്തുമെന്നുകൂടി ഉമാ തോമസ് അമൃത വാർത്തയോട് പറഞ്ഞു. സംസ്ഥാനത്ത് ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലൊന്നാണ് തൃക്കാക്കര. തൃക്കാക്കരയിലെ സിറ്റിംഗ് MLA തന്നെയാണ് ഇത്തവണയും മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിനു മുൻപേ തന്നെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കണ്ട് തന്നെ വോട്ടഭ്യർത്ഥിക്കുകയും മറ്റ് നീക്കങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. ഇപ്പോൾ റോഡ് ഷോ അടക്കം നടത്തിക്കൊണ്ട് തന്നെ മണ്ഡലത്തിൽ വീണ്ടും സജീവമായിരിക്കുകയാണ് ഉമാ തോമസ്. എങ്ങനെയുണ്ട്, എത്രത്തോളം പ്രതീക്ഷയുണ്ട് മണ്ഡലത്തിൽ? അത് സംശയമുണ്ടോ? 100%. ഞങ്ങൾ ടീം UDF ഇപ്രാവശ്യം ഞങ്ങൾ ഭരണത്തിൽ ഏറുക തന്നെ ചെയ്യും. ഒരു സംശയമില്ല, തൃക്കാക്കരയായിരിക്കും അതിലൊന്നാമത്തെ സ്ഥാനം. രണ്ട് എതിർ സ്ഥാനാർത്ഥികൾ, ഒരിടത്ത് അഖിൽമാരാർ വരുന്നു, മറ്റൊരു സ്ഥാനാർത്ഥിയും കൂടി പുഷ്പദാസ്. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ തന്നെയാണ്. ഒരുപക്ഷെ വാശിയേറിയ മത്സരമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എപ്പോഴും ഇലക്ഷൻ വരുമ്പോൾ എതിർ സ്ഥാനാർത്ഥികൾ ഉണ്ടാവണമല്ലോ, അല്ലെങ്കിൽ ഒറ്റയടിക്ക് അങ്ങ് ജയിച്ചു പോവില്ലേ. അപ്പോൾ സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടാവട്ടെ, അങ്ങനെ ഉണ്ടായാലല്ലേ ഒരു മത്സരം ഉണ്ടാവുള്ളൂ. അതൊക്കെ നേരിടാനായിട്ട് നല്ല ശക്തമാണ്. UDF വളരെ ശക്തമായിട്ട് തന്നെ അതിന് എതിരെ പോരാടും.
നേരത്തെ ചില പേരുകളൊക്കെ ഒരുപക്ഷെ തൃക്കാക്കരയിൽ ഒരു മാറ്റം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അത്തരമൊരു ആശങ്ക എന്തായാലും MLA-യുടെ മനസ്സിലുണ്ടായില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു ഉറപ്പ് നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിരുന്നു? ഉറപ്പായിട്ടും ഞാൻ പ്രവർത്തിച്ചത് ഞങ്ങളുടെ ടീം എനിക്കൊരു വീഴ്ച സംഭവിച്ചപ്പോൾ പോലും എൻ്റെ ടീം എങ്ങനെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഒരു മാറ്റവും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. മുൻവർഷത്തെ പോലെയല്ല, ഇപ്പോൾ MLA തന്നെ പറയുന്നുണ്ട് ഭരണത്തിലേക്ക് UDF എത്തുമ്പോൾ മറ്റു ചില പ്രതീക്ഷകളൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ കുറേ കൂടി പരിചിതമായിട്ടുണ്ട് രാഷ്ട്രീയം. അതിൻ്റെ നേരത്തെ പിട്ടിയുടെ ഒപ്പം നടന്ന് കണ്ടിട്ടുള്ള രാഷ്ട്രീയമല്ല, ഇപ്പോൾ നിലവിൽ തൃക്കാക്കരയിൽ നടന്ന് കണ്ടിട്ടുള്ള രാഷ്ട്രീയം. എങ്ങനെയുണ്ട് പൊതുവെ തൃക്കാക്കരയുടെ ഒരു മനസ്സിപ്പോൾ? അതെ, ഞാൻ പറഞ്ഞേ വളരെ സന്തോഷമാണ്. തൃക്കാക്കരയിലെ ടീം UDF എന്ന് ഞാൻ പറയുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് തന്നെയാണ് പോകുന്നത്. ഞങ്ങൾക്ക് വേർതിരിവില്ലാതെ എല്ലാവരും ചേർന്ന് ഒറ്റക്കെട്ടായി ഒരുമിച്ച് എണ്ണയിട്ട യന്ത്രം പോലെ ഞങ്ങൾ പ്രവർത്തിക്കും. ഒരു സംശയമില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ ബൈ ഇലക്ഷനിലൂടെയാണ് നേടിയതെങ്കിൽ ഇപ്രാവശ്യം നേരിട്ടുള്ള ഇലക്ഷനിൽ ഉറപ്പായിട്ടും അതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ ജയിക്കാനാവും. എന്തായാലും എല്ലാവിധ ആശംസകളും. ഇതാണ് MLA-ക്ക് പറയാനുള്ളത്. വലിയ ആത്മവിശ്വാസത്തിലാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ടാം തവണ വീണ്ടും MLA ആകാനുള്ള ശക്തമായ പോരാട്ടത്തിൽ തന്നെയാണ് ഉമാ തോമസ് ഒരുങ്ങിയിരിക്കുന്നത്. ക്യാമറമാൻ വിപിനൊപ്പം KK പ്രശാന്ത്, അമൃത ന്യൂസ്, കൊച്ചി. കൊല്ലം ഇരവിപുരത്തേക്ക് വന്നാൽ UDF ആണ് അവിടുത്തെ മത്സരിക്കാൻ പോകുന്ന. ഇരവിപുരത്ത് UDF മത്സരിക്കുമ്പോൾ UDF-ന് വേണ്ടി മത്സരിക്കുന്നത് RSP ആണ്. നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം ചൂടുപിടിച്ചപ്പോൾ NK പ്രേമേന്ദ്രനും ഷിബു ബേബി ജോണും നേർക്കുനേർ ഏറ്റുമുട്ടുന്നതൊക്കെ ഉണ്ടായിരുന്നു. ഒടുവിൽ സമവായത്തിന്റെ വഴിയിലൂടെയാണ് RYF സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് വിഷ്ണു മോഹനെ സ്ഥാനാർത്ഥിയാക്കി തീരുമാനിച്ചത്. രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് വന്നാൽ ഇടതുമുന്നണിക്കൊപ്പം നിന്ന കാലത്ത് RSPക്ക് ഉറച്ച അടിത്തറ നൽകിയ മണ്ഡലമാണ് ഇരവിപുരം. പക്ഷേ മുന്നണി മാറ്റത്തിന് പിന്നാലെ പാർട്ടിയെ കൈവിട്ട ഒരു മണ്ഡലമായി ഇരവിപുരം മാറി. കഴിഞ്ഞ 2 തവണയായി ഇരവിപുരത്ത് നിന്നും നിയമസഭയിലേക്ക് എത്തിയ CPM-ന്റെ നൌഷാദ്. ഈ നൌഷാദിനെ പരാജയപ്പെടുത്തുക എന്ന ദൗത്യമാണ് ഇത്തവണ വിഷ്ണുമോഹനെ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ദൗത്യം ഏറ്റെടുത്ത് ശക്തമായ പ്രചാരണ പരിപാടിയിലാണ് വിഷ്ണുമോഹൻ. കന്നി അംഗത്തിൽ വിജയിച്ചു കയറുക എന്നതാണ് വിഷ്ണുമോഹന്റെ ലക്ഷ്യം. RSPയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇരവിപുരം സീറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി നഷ്ടപ്പെട്ടു പോയ ഒരു സീറ്റാണ്. അപ്പോൾ ആ സീറ്റ് തിരിച്ചു പിടിക്കുക എന്നൊരു പാർട്ടി വളരെ ഗൗരവപൂർവ്വമുള്ളൊരു ചുമതലയാണ് വിഷ്ണുവിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും ഞങ്ങളുടെ കയ്യിൽ നിന്ന് 10 വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട ഒരു സീറ്റ് തിരിച്ചു പിടിക്കുക, ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി തിരിച്ചു പിടിക്കുക എന്നുള്ള ആ ഉത്തരവാദിത്തം അതിൻ്റെ 100% ആത്മാർത്ഥതയോടുകൂടിയാണ് പാർട്ടിയും മുന്നണിയും ഏറ്റെടുത്തിരിക്കുന്നത്. ആ ഉത്തരവാദിത്തത്തിന് നേതൃത്വം നൽകുക, അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തത്തിനോടൊപ്പം നിൽക്കുക എന്നുള്ള ആ ഒരു ചുമതലയാണ്, അല്ലെങ്കിൽ ആ ഒരു കർത്തവ്യമാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റെടുത്തിരിക്കുന്നതെന്നാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനായിട്ടുള്ളത്. ഈ മണ്ഡലം അടക്കമുള്ള കൊല്ലം ജില്ലയിലെ വിശേഷിയുള്ള മണ്ഡലങ്ങളിൽ നടപ്പിലാക്കാതെ പോയ വികസനങ്ങൾ, നടപ്പിലാക്കാമായിരുന്നിട്ടും നടപ്പിലാക്കാതെ പോയ വികസനങ്ങളെ തിരികെ കൊണ്ടുവരിക, ഈ നാടിൻ്റെ ഏറ്റവും സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തെ തിരികെ കൊണ്ടുവരിക, സമാധാനപരമായ ഒരു അന്തരീക്ഷത്തെ തിരികെ കൊണ്ടുവരിക, അടിസ്ഥാന വികസനങ്ങൾ മണ്ഡലത്തിൽ ഉറപ്പാക്കുക എന്നുള്ളതാണ് ഈ മണ്ഡലത്തിലെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നൽകാൻ പറ്റുന്ന ഉറപ്പ്. നഗരവും ഗ്രാമവും ഒരുപോലെ പങ്കിടുന്ന ഒരു നിയോജക മണ്ഡലമാണ് ഇരവിപുരം നിയോജക മണ്ഡലം. ആ ഇരവിപുരം നിയോജക മണ്ഡലത്തിന് അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടുന്ന ഒട്ടനവധി കാര്യങ്ങൾ ഈ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിട്ടുണ്ട്. അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തി സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. കേരളത്തിൽ നിന്നുള്ള ഭക്തരും മുതിർന്ന സന്യാസി ശ്രേഷ്ഠരും അമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ക്ഷേത്രം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് അമ്മയെ സ്വീകരിച്ചു. ശ്രീരാമക്ഷേത്രത്തിൽ ശ്രീരാമയന്ത്രം പ്രതിഷ്ഠിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനായാണ് അമ്മ രാമജന്മഭൂമിയിൽ എത്തിയത്. ഇന്ന് യമുന ആരതിയിൽ അമ്മ പങ്കെടുക്കും. അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിൽ ശ്രീരാമയന്ത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് സ്വീകരിച്ചു. കൊല്ലം അമൃതപുരിയിൽ നിന്നും ആശ്രമത്തിലെ സന്യാസി ശ്രേഷ്ഠരും ബ്രഹ്മചാരികളും ആശ്രമ അന്തേവാസികളുമായി പ്രത്യേക ട്രെയിനിലാണ് അമ്മ അയോധ്യയിലെത്തിയത്. ബിർള മന്ദിറിലെ ഭക്തരുടെ ഭജനയ്ക്ക് ശേഷം രാമജന്മഭൂമിയിലെ ശ്രീരാമക്ഷേത്രത്തിൽ അമ്മ ദർശനം നടത്തി. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് അമ്മയെ ക്ഷേത്രത്തിൽ സ്വീകരിച്ചു. മുതിർന്ന സന്യാസി ശ്രേഷ്ഠന്മാർക്കൊപ്പമായിരുന്നു രാംലല്ല ദർശനം. ശേഷം അമ്മയുടെ നേതൃത്വത്തിൽ ധ്യാനവും ഭജനയും നടന്നു.
19-ാം തീയതി രാമക്ഷേത്രത്തിൽ നടക്കുന്ന രാമയന്ത്ര പ്രതിഷ്ഠാ ചടങ്ങിലും പ്രത്യേക പൂജകൾക്കും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം അമ്മ വിശിഷ്ടാതിഥിയാണ്. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഭാരതത്തിലെ ആത്മീയ നേതൃനിരയിലെ ക്ഷണിക്കപ്പെട്ട അതിഥികളും ചടങ്ങിൽ പങ്കെടുക്കും. സന്യാസി ശ്രേഷ്ഠരും ഭക്തരും ഉൾപ്പെടെ 1200ഓളം പേർ അയോധ്യയിൽ അമ്മയെ അനുഗമിക്കുന്നുണ്ട്. അയോധ്യയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ, അമൃത ന്യൂസ്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വാർത്തയിലേക്കാണ്. BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഇന്ന് ഡൽഹിയിൽ ചേരുന്നുണ്ട്. കേരളത്തിലെയും ബംഗാളിലെയും തർക്കമണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിത്വം ചർച്ചയാകും. അസം, പുതുച്ചേരി, തമിഴ്നാട് എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയവും പ്രധാന ചർച്ചാ വിഷയമാകാനാണ് സാധ്യത. ജിഷ്ണു കൃഷ്ണൻ വിശദാംശങ്ങൾ നൽകും. ജിഷ്ണു, ഗുഡ് മോർണിംഗ്. BJPയുടെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുകയാണ്. പ്രധാനമായും കേരളത്തിൽ ഇനി ചില സീറ്റുകൾ ധാരണയാകാനുണ്ട്, അത് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഒപ്പം ബംഗാളിലെ സീറ്റുകളെ സംബന്ധിച്ചുള്ള ധാരണയിലെത്തണം. തമിഴ്നാട്, പുതുച്ചേരി അടക്കം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പോകുന്ന മണ്ഡലങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായി സ്ഥാനാർത്ഥി നിർണയത്തിലേക്കൊക്കെ എത്തണമല്ലോ. BJPയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേരുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ നിലവിൽ തയ്യാറായിട്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട വീണ്ടും ഒരു ചർച്ചയും ഒപ്പം അന്തിമ പട്ടിക BJPയുടെ പാർലമെന്ററി ബോർഡിന് വിടുകയുമാണ് ഇന്ന് ചേർന്ന യോഗത്തിൽ പ്രധാനമായും ചർച്ചയുണ്ടാവുക. അതിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ കേരളത്തിൽ BJPയുടെ ഇനി പ്രഖ്യാപിക്കാനുള്ള മണ്ഡലങ്ങൾ ആദ്യഘട്ടത്തിൽ 47 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഇതിനോടകം തന്നെ കേരളത്തിൽ BJP പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ നിലവിൽ ചില നേതാക്കൾ അവകാശവാദം ഉന്നയിക്കുന്ന സീറ്റുകൾ, ഒപ്പം തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് സംബന്ധിച്ചെല്ലാം തന്നെ വിശദമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം ഇന്ന് ചേരുന്ന യോഗത്തിൽ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. തുടർന്ന് BJPയുടെ പാർലമെന്റ് ബോർഡ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകും. ഇതിനോടകം തന്നെ BJPയിൽ തൃപ്പൂണിത്തറയും കൊടുങ്ങല്ലൂരുമെല്ലാം BJP സ്ഥാനാർത്ഥിയെ മാറ്റിക്കൊണ്ട് ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകിയതിൽ പ്രാദേശിക നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ള എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ട്. അത്തരം എതിർപ്പുകൾ ഒഴിവാക്കിക്കൊണ്ടും ചർച്ചയിലൂടെ പരിഹരിച്ചും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനുള്ള നീക്കത്തിലാണ് BJP. സംസ്ഥാനത്ത് 100 സീറ്റുകളിൽ BJP സ്ഥാനാർത്ഥികളെ നിർത്തും എന്നുള്ളതായിരുന്നു നേരത്തെ നൽകിയിട്ടുള്ള പ്രതികരണം. അതിനനുസരിച്ച് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ്. അതിന്റെ ഭാഗമായാണ് ഡൽഹിയിൽ യോഗം ചേരുന്നത്. ഒപ്പം ബംഗാളിലും ശക്തമായ മത്സരമാണ് BJP കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ തവണ 73-ലധികം സീറ്റുകളിലേക്ക് അവിടെ, അതായത് നേരത്തെ 2 സീറ്റുകൾ മാത്രം ഉണ്ടായിരുന്ന സംസ്ഥാനത്ത് മുഖ്യ പ്രതിപക്ഷമായി മാറുന്ന രീതിയിലേക്കാണ് BJPയുടെ വളർച്ചയുണ്ടായത്. സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ വീണ്ടും ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഒരു വാഹന അപകടമുണ്ടായി. അപകടത്തിൽ 3 MBBS വിദ്യാർത്ഥികൾ മരിച്ചു. ഇലക്ട്രിക് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ച് ഓടയിലേക്ക് മറിയുകയായിരുന്നു. നന്ദകിഷോർ, അഭിയാൻ, അഭിനവ് എന്നിവരാണ് മരിച്ചത്. മലബാർ മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥികളാണ് മൂവരും. ഇന്ന് പുലർച്ചെ 1:30യോടെയാണ് അപകടം ഉണ്ടായത്. ലോറി ഡ്രൈവർമാരും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വിപണിയുടെ വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ് ചേരുകയാണ്. സ്വാഗതം ശ്രീ ദിലീപ്. ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് ഇന്നത്തെ വിപണിയിൽ നിന്ന് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്? ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ 2 ദിവസത്തിനിടെ ഏതാണ്ട് 3% നേട്ടമാണ് മുൻനിര ഓഹരി സൂചികൾ ഉണ്ടായത്. ആദ്യ ദിവസം മുൻനിര ഓഹരികളെ കേന്ദ്രീകരിച്ചായിരുന്നു മുന്നേറ്റമെങ്കിൽ രണ്ടാമത്തെ ദിവസം രണ്ടാംനിര ചെറുകിട ഓഹരികളിലും നേട്ടം തുടരാനായി. വരും ദിവസങ്ങളിലും വിപണിയിൽ വലിയ തോതിലുള്ള കയറ്റിറക്കം തുടരാനാണ് സാധ്യത. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിപണിയിലെ ഏറ്റക്കുറച്ചുകൾ പ്രകടമായിരുന്നു. എന്നാൽ ഇന്ത്യ വിക്സ് സൂചിക, വിപണിയിലെ ഏറ്റക്കുറച്ചുകൾ സൂചിപ്പിക്കുന്ന ഇന്ത്യ വിക്സ് സൂചികയിൽ ഗണ്യമായ ഒരു കുറവുണ്ടായത് ഏതാണ്ട് വിപണി ഈ ഒരു നിലവാരത്തിൽ ക്രമപ്പെട്ട എന്നുള്ളതിനൊരു സൂചന നൽകുന്നുണ്ട്. ചരക്ക് നീക്കം സുഗമമായതോടെ എണ്ണ വില കുറഞ്ഞേക്കും എന്നുള്ള പ്രതീക്ഷയും വിപണിയിലുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ $90 ക്രൂഡ് ഓയിൽ വില നിലനിന്നാൽ തന്നെ അത് വിപണിയെ സംബന്ധിച്ചിടത്തോളം ഒരു സുരക്ഷിതമായ ഒരു അവസ്ഥയായിരിക്കും ഹ്രസ്വകാലത്തേക്കെങ്കിലും. അതുകൊണ്ട് തന്നെ ആ ഒരു നിലവാരത്തിലേക്ക് നീങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും അത് വിപണിയെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. സാങ്കേതികമായി 23,600 എന്നുള്ള നിലവാരമാണ് മുൻനിര സൂചികയായി നിഫ്റ്റിക്ക് പ്രധാനം. ആ നിലവാരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കുകയോ അല്ലെങ്കിൽ ഒരു ക്രമപ്പെട്ട
നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയോ ചെയ്താൽ 24,000 എന്ന നിലവാരത്തേക്ക് നീങ്ങാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ ഉയർന്ന തോതിൽ കയറ്റിറക്കമാണ് ഇപ്പോൾ വിപണിയെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. കാരണം പല രീതിയിലും വിപണിയിൽ ഏറ്റക്കുറച്ചുകൾ കുറച്ച് നാളുകളായി തുടരുന്നുണ്ട്. അത് നിലനിന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും വലിയ തോതിൽ വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തെ പ്രതിരോധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ വലിയ വിൽപ്പനയിലായിരുന്നു. എന്നാൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുമുള്ള വളരെ അനുകൂലമായിട്ടുള്ള ഇടപെടലാണ് വിപണിയെ ഇപ്പോൾ ഈ ഒരു നിലവാരത്തിലേക്ക് എത്തിക്കാൻ സഹായിച്ചതും. എന്തായാലും ഇന്ന് നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം. തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട നിയോജകമണ്ഡലം വികസനത്തിന്റെ വഴിയിലാണ്. ജലസമൃദ്ധി ഉറപ്പാക്കുന്ന പദ്ധതികളും അടിസ്ഥാന സൗകര്യ വികസനവും പരിസ്ഥിതി സൗഹൃദ സമീപനങ്ങളുമാണ് കാട്ടാക്കടയെ വേറിട്ടതാക്കുന്നത്. കാട്ടാക്കട മണ്ഡലത്തിന്റെ വികസന നാൾവഴികൾ പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനം ജലസമൃദ്ധി പദ്ധതിയാണ്. ഗ്രാമീണ മേഖലകളിൽ വർഷം മുഴുവൻ കുടിവെള്ളം ഉറപ്പാക്കുക എന്നതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. കാട്ടാക്കട നിയോജക മണ്ഡലം MLA IB സതീഷ് വിഭാവനം ചെയ്ത പദ്ധതി അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിച്ചു. 2016 തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ഉയർന്നു വന്ന പ്രധാന പ്രശ്നം കുടിവെള്ളക്ഷാമമായിരുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ നടത്തിയ അന്വേഷണം, കൂട്ടായ ചർച്ചകൾ, ഗവേഷണ തുല്യമായ അന്വേഷണങ്ങൾ, അതിൻ്റെ ഒടുവിലാണ് വറ്റാത്ത ഉറവയ്ക്കായി ജലസമൃദ്ധി എന്ന ആശയത്തിലേക്ക് എത്തുന്നത്. ഡോക്ടർ പോൾ വാൻ മീൽ, ഡച്ച് ഡിസാസ്റ്റർ റിഡക്ഷൻ ടീം ലീഡർ, ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്ത് പ്രബന്ധം അവതരിപ്പിച്ചു. ലോകത്തെ ഏറ്റവും മികച്ച ജലസംരക്ഷണ മാതൃക ഞങ്ങൾ കണ്ടത് ഇന്ത്യയിലാണ്. ഇന്ത്യയിലത് കേരളത്തിലാണ്. കേരളത്തിൽ തലസ്ഥാന നഗരത്തോട് ചേർന്ന് കിടക്കുന്ന കാട്ടാക്കട എന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് എന്നാണ്. പരിസ്ഥിതി സംരക്ഷണം വികസനത്തിന്റെ ഭാഗമായി കാണുന്ന സമീപനമാണ് കാട്ടാക്കടയുടെ മറ്റൊരു പ്രത്യേകത. കാർബൺ ന്യൂട്രൽ മണ്ഡലം എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾ വികസന നേട്ടങ്ങളുടെ മാറ്റുകൂട്ടുന്നതാണ്. അപ്പോൾ കാർബൺ ന്യൂട്രൽ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ കാട്ടാക്കട എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അതിന് ഞങ്ങൾ ആദ്യം ചെയ്തത് കാർബൺ ഓഡിറ്റിംഗ് നടത്തി. ഓരോ സെക്ടറിലും എത്രമാത്രം കാർബൺ എമിഷനുണ്ട്. അത് അഗ്രികൾച്ചർ സെക്ടറിൽ, വേസ്റ്റ് മാനേജ്മെൻറ്റ് സെക്ടറിൽ, പബ്ലിക് ട്രാൻസ്പോർട്ട് സെക്ടറിൽ, പിന്നെ എനർജി സെക്ടറിൽ ഒക്കെ നമ്മൾ. അപ്പോൾ ആദ്യമായി ഒരു കാർബൺ ഓഡിറ്റ് റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിൽ കിട്ടി. പൊതുഗതാഗതം ശക്തിപ്പെടുത്തിയാൽ വലിയ മാറ്റം ഉണ്ടാകാൻ പറ്റും. അഡ്വഞ്ചർ ടൂറിസം അക്കാദമി അടക്കമുള്ള അനേകം സ്വപ്നങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. നിയമസഭാ സാമാജികനായി ഒരിക്കൽ കൂടി കാട്ടാക്കട മണ്ഡലത്തെ പ്രതിനിധീകരിച്ചെത്തിയാൽ ഇതിനെല്ലാം വേണ്ടി പരിശ്രമിക്കുമെന്ന് MLA IB സതീഷ് വ്യക്തമാക്കി. തങ്ങളുടെ ആവശ്യങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിനൊപ്പം വികസന പ്രവർത്തനങ്ങളെയും കാട്ടാക്കടയിലെ ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി വിധി എഴുതേണ്ടതും അവർ തന്നെയാണ്. ക്യാമറമാൻ സനിൽകുമാറിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിലെ വളയനാട് കൊമ്മേരി മേത്തോട്ട് താഴം റോഡിന്റെ വികസന പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇതോടെ കുണ്ടും കുഴിയും നിറഞ്ഞ ഇടുങ്ങിയ റോഡിലൂടെ യാത്ര ചെയ്യേണ്ട അവസ്ഥയിലാണ് കൊമ്മേരി നിവാസികൾ. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. വളയനാട് കൊമ്മേരി മേത്തോട് താഴം വഴി 24 മീറ്റർ വീതിയിൽ ബൈപ്പാസ് റോഡ് വരുമെന്ന വാഗ്ദാനമാണ് പാഴ്വാക്കായി മാറിയത്. കാലങ്ങൾ കടന്നുപോയപ്പോൾ അത് 18 മീറ്ററായി ചുരുങ്ങി. എന്നിട്ടും ബൈപ്പാസ് റോഡ് നവീകരണം പൂർത്തീകരിക്കാനായിട്ടില്ല. ഇലക്ഷൻ വരുമ്പോൾ എല്ലാവരും വളരെ ഗതിയിൽ ചടങ്ങുകളൊക്കെ നടത്തും. പിന്നെ ഇതാണ് ഇപ്രാവശ്യം ഈ കഴിഞ്ഞ MLAൻ്റെ വാഗ്ദാന ലംഘനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ റോഡ് പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞിട്ട് വോട്ട് വാങ്ങി ജയിച്ചു പോയ ഇവിടുത്തെ MLA പോലും ഈ ഇതിനെ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് നാട്ടുകാരെന്നുള്ള എനിക്ക് മനസ്സിലാവുന്നത്. 50 വർഷത്തോളമായി റോഡ് നവീകരണം മുടങ്ങിക്കിടക്കുന്നതിനാൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കൊമ്മേരി നിവാസികൾ. തിരഞ്ഞെടുപ്പ് കാലം അടുക്കുമ്പോൾ MLA ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ച് മടങ്ങാറുണ്ടെന്നും വികസന പ്രവർത്തനങ്ങൾ മാത്രം നടക്കുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഒരു 19 വർഷം മുൻപേ എൻ്റെ കൊച്ചുപ്രായത്തിൽ തന്നെ ഈ റോഡിൽ കൂടെ പോകുന്ന സമയത്തും ഈ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെ ആയിരുന്നു. നാട് മുഴുവൻ, ഭാരതം മുഴുവൻ നിരവധി വികസന പ്രവർത്തനം നടക്കുമ്പോഴും റോഡിൻ്റെ കാര്യത്തിൽ വികസനം നടത്തുമ്പോഴും ഈ കൊമ്മേരി ദേശത്തിന് ഇങ്ങനെയുള്ളൊരവസ്ഥയാണ്. വലിയ വികസനമുള്ള റോഡിലേക്ക്, അതായത് 6 വരി പാതയിലേക്ക് എത്താൻ പാകത്തിലുള്ള ഈ റോഡ് ഇന്നും വികസന മുരടിപ്പിൽ കിടക്കുകയാണ്. ഇത് പൊതുജനങ്ങളുടെ ഒരു ആവശ്യമായതുകൊണ്ട് പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേര് പറയാതെ തന്നെ നമ്മളിതിൽ സംസാരിക്കുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അവരെല്ലാം തന്നെ കൈകോർത്തുകൊണ്ട് ഇവിടെ ഒരു വികസനം കൊണ്ടുവരണം എന്നാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. റോഡിന് വേണ്ടിയുള്ള സ്ഥലമെടുപ്പ് പോലും കൃത്യമായി പൂർത്തീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു.
കോർപ്പറേഷൻ ഇലക്ഷന് മുമ്പ് ഇതെല്ലാം അക്വിസിഷൻ പൂർത്തിയായി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വലിയ മാമാങ്കം നടന്നിരുന്നു. പക്ഷേ ഇപ്പോഴും 13 ഭൂമുടമകൾക്ക് ഇപ്പോഴും ഇതിൻ്റെ നഷ്ടപരിഹാരം കിട്ടാനുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കൊടുത്തു തീർത്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ അക്വിസിഷൻ പൂർത്തിയാകുകയുള്ളൂ. ഇത് ഏറ്റെടുത്തിട്ട് ഇതിൻ്റെ ടെൻഡർ കൊടുക്കാനും കഴിയുള്ളൂ. ഒരു മഴ പെയ്താൽ പോലും പെട്ടെന്ന് വെള്ളം കയറുന്ന കൊമ്മേരിയിൽ അതിനുവേണ്ട പരിഹാരവും കണ്ടിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. വെള്ളമൊക്കെ കിട്ടി വന്നു കഴിഞ്ഞാൽ ആകെ 3 ബസ്സാണ് ഓടുന്നത്. ആ ബസ് നിൽക്കും, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയില്ല. അങ്ങനെ വ്യാപാരികളാണെങ്കിൽ വെള്ളം കയറിയിട്ട് ഇതുവരെ ഒരു നഷ്ടപരിഹാരം കൊല്ലം അപേക്ഷ പൂരിപ്പിച്ച് വാങ്ങുന്നല്ല. വ്യാപാരികൾക്ക് വെള്ളം കയറി നഷ്ടം സംഭവിച്ച ഒരു നഷ്ടപരിഹാരം ഒരു സർക്കാർ ഇതുവരെ കൊടുത്തിട്ടില്ല. വൈകുന്നേരങ്ങളിൽ ഈ റോഡിലൂടെ പോകുന്ന വണ്ടികളുടെ എണ്ണവും കൂടുതലാണ്. മണ്ഡലത്തിൽ വലിയ വികസന നേട്ടങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടെന്നാണ് MLAയുടെ വാദം. എന്നാൽ പലയിടങ്ങളിലും വികസനങ്ങൾ എത്തിയിട്ടില്ല എന്നതിന് തെളിവാണ് കൊമ്മേരി വഴി കടന്നുപോകുന്ന റോഡ്. അധികാരികൾ കണ്ണു തുറന്നില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് കൊമ്മേരിക്കാരുടെ നീക്കം. അമൃത ന്യൂസ്, കോഴിക്കോട്. തൃശൂരിലെ നാട്ടികയിൽ CC മുകുന്ദന്റെ സ്ഥാനാർത്ഥിത്വം വൻ മുന്നേറ്റമുണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് BJP. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് നാട്ടികയിൽ 33,000-ഓളം വോട്ടുകൾ നേടാൻ സാധിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 60,000-ആക്കി ഉയർത്താനും കഴിഞ്ഞിട്ടുണ്ട്. ഇത് BJPയുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കി. അതേസമയം നാട്ടികയിൽ കടുത്ത മത്സരത്തിനായുള്ള കരുക്കൾ നീക്കുകയാണ് LDFും കോൺഗ്രസും. കഴിഞ്ഞ 10 വർഷം നാട്ടിക MLA ആയിരുന്ന CC മുകുന്ദൻ BJPയിലെത്തിയതോടെ NDA ക്യാമ്പ് നാട്ടികയിൽ വലിയ പ്രതീക്ഷയിലാണ്. CC മുകുന്ദൻ നാട്ടികയിൽ സ്ഥാനാർത്ഥിയാകുന്നതോടെ CPIയുടെ ഒരു വിഭാഗം വോട്ടും നിഷ്പക്ഷരായിട്ടുള്ളവരുടെ വോട്ടുകളും നേടാനാകുമെന്നാണ് BJP പ്രതീക്ഷ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 33,716 വോട്ടുകളാണ് BJPക്ക് സമാഹരിക്കാൻ കഴിഞ്ഞത്. ആകെ ചെയ്തതിൽ 21.96% വോട്ടാണ് BJPക്ക് നേടാനായത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ വോട്ടുകളുടെ എണ്ണം 54-ആക്കി ഉയർത്തി 66,854 വോട്ടുകൾ BJP സമാഹരിച്ചു. ഇതാണ് BJPക്ക് നാട്ടിക നൽകുന്ന ആത്മവിശ്വാസം. LDF സ്ഥാനാർത്ഥിയായി ഗീതാ ഗോപി എത്തുമ്പോൾ പേയ്മെന്റ് സീറ്റ് വിവാദമടക്കം നാട്ടികയിൽ ചർച്ചയാവുകയാണ്. ഇത് LDFന് തിരിച്ചടിയാകുമെന്നതാണ് മറ്റു കക്ഷികളുടെ വിലയിരുത്തൽ. കോൺഗ്രസിലേക്ക് സുനിൽ ലാലൂർ കൂടി എത്തിയതോടെ നാട്ടികയിലെ മത്സരം കടുക്കുമെന്നാണ് പ്രതീക്ഷ. ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, തൃശൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലത്തും പുതിയ തലമുറ വലിയ സ്വാധീനം ചെലുത്താറുണ്ട്. ഇപ്പോൾ ഈ ജൻസികളുടെ മനസ്സിൽ എന്താണെന്ന് അറിയേണ്ടതുണ്ട്. തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ പറയും അവരുടെ രാഷ്ട്രീയം എന്തെന്ന്. മുതൽക്കേ ഒരുപാട് രാഷ്ട്രീയങ്ങൾ പറയുന്നിടമാണ് കേരളത്തിലെ ക്യാമ്പസുകൾ. ഇപ്പോൾ ഞാനുള്ളത് തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലാണ്. ജൻസികളുടെ വൈബ് എന്താണെന്ന് ഈ ക്യാമ്പസിൽ നിന്ന് നമുക്കറിയാം. അവരുടെ രാഷ്ട്രീയം എന്താണെന്നും രാഷ്ട്രീയ നിലപാടുകൾ എന്താണെന്നും നമുക്കറിഞ്ഞു വരാം. പൊതുവേ ഉള്ളൊരു അഭിപ്രായം എന്ന് പറയുന്നത് ജൻസിക്ക് രാഷ്ട്രീയമില്ല, അവർക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധമില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള സംസാരം. അങ്ങനെയാണോ? അല്ല, അങ്ങനെയല്ല. അങ്ങനെ ജനറലൈസ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി പറ്റില്ല. ജൻസിയിൽ രാഷ്ട്രീയ ബോധം നിലനിൽക്കുന്നുണ്ട്. അതിനുള്ള തെളിവാണ് നമ്മൾ നേപ്പാളിലായാലും അല്ലാതെ ഈ നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ ഇപ്പോഴും കാണുന്നത്. കൃത്യമായ എല്ലാ വിഷയങ്ങളിലും ജൻസി ഇടപെട്ട് പോകുന്നു എന്നുള്ളതാണല്ലോ. അപ്പോൾ ജൻസിക്ക് രാഷ്ട്രീയ ബോധം ഇല്ല എന്നുള്ളത് തെറ്റായ വ്യാഖ്യാനമാണ്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. അപ്പോൾ എന്തടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ ഒരു വോട്ടെന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഞാൻ പ്രധാനമായിട്ട് നമ്മൾ വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ച് സംസാരിക്കുന്ന സമയത്ത് വിദ്യാഭ്യാസ മേഖലകൾക്കകത്ത് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ കാണാതെ പോകാൻ വേണ്ടി പറ്റില്ല. കാരണം ഒരു 10 വർഷം പുറകോട്ട് നോക്കുകയാണെങ്കിൽ ആ സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യാസമായിട്ട് വിദ്യാഭ്യാസ മേഖലക്കകത്ത്, അതിപ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖലക്കകത്തായി കഴിഞ്ഞാലും ഉന്നത വിദ്യാഭ്യാസ മേഖലക്കകത്തായി കഴിഞ്ഞാലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സിലബസുകൾക്കകത്തായാലും വിദ്യാലയങ്ങളിലെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യങ്ങളായി കഴിഞ്ഞാലും വലിയൊരു മാറ്റം കഴിഞ്ഞ 2 ഭരണവർഷ കാലഘട്ടങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ട്. ആരാണോ കൃത്യമായിട്ടുള്ള ഭരണത്തിൻ്റെ അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ വർഗീയ ശക്തികൾക്കെതിരെ പോരാടുന്നത്, ആരാണോ കൃത്യമായ രാഷ്ട്രീയം പറയുന്നത്, സാധാരണ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നത്, അവർക്കാവും വോട്ട് ലഭിക്കുക എന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിലവിലെ സാഹചര്യത്തിൽ 2 തവണയായി LDF സർക്കാർ ഭരിക്കുകയാണ്.
അപ്പോൾ ഈ സർക്കാർ ഇനി ഒരു തവണ കൂടി ഭരണത്തിലെത്തും എന്ന് കരുതുന്നുണ്ട്. UDF വരണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം മാറി മാറി വരുന്ന സർക്കാരുകൾ കാരണമാണ് നമുക്ക് നല്ല ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ തന്നെ ഭരിക്കുമ്പോൾ അവരുടെ ആശയങ്ങളും അതുപോലെ തന്നെ ആയിരിക്കും. പുതിയൊരു സർക്കാർ വരുമ്പോൾ അവരുടെ പുതിയ നയങ്ങളും പുതിയ ആശയങ്ങളും കൊണ്ടുവരാൻ അവർ തീർച്ചയായിട്ടും ശ്രമിക്കുന്നതായിരിക്കും. അത് നമുക്ക് ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിലൊരു ഭരണമാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഭരണമാറ്റം വേണം. ഈ സർക്കാരിൻ്റെ നയങ്ങൾ നല്ല രീതിയിലുള്ളത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടും പുതിയ ആശയങ്ങൾ മുൻതൂക്കം നൽകുന്ന ഒരു സർക്കാർ വന്നാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇടതും വലതും മാറി മാറി വന്ന് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും BJP വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഒരു മാറ്റം വരുന്നത് എന്ന് കാണാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ കോർപ്പറേഷനൊക്കെ റീസെൻ്റായിട്ടും ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഭരണമാറ്റം വരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ മാത്രം വിചാരിച്ചത് കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. എൻ്റെ ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കുഞ്ഞിലെ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ വൈകിട്ടൊരു അരമണിക്കൂർ ഫിക്സഡ് ആയിട്ട് ലോഡ് ഷെഡിങ് ചിലപ്പം ഉണ്ടാവും. അത് അല്ലാത്ത സമയത്ത് 23.5 മണിക്കൂറും വീട്ടിൽ കറണ്ട് ഉണ്ടാവും. ഇന്നത്തെ സ്ഥിതി അങ്ങനെയല്ല. എപ്പം പോവും എപ്പം വരും. ഒരു ദിവസം ഫുള്ള് കറണ്ട് ഇല്ലാത്ത ദിവസങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിശ്ചിതമായിട്ട് പവർ കട്ടില്ല എന്ന് പറഞ്ഞാലും കറണ്ട് പോകാനുള്ളത് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മളൊരു കറണ്ട് ബില്ലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ പല പല പേരുകളിലാണ് ഓരോ തുക കൊടുത്തിട്ടുള്ളത്. കാര്യവട്ടം ക്യാമ്പസിലേതുപോലെ കേരളത്തിലെ എല്ലാ കലാലയങ്ങൾക്കും വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. ജൻസികൾ അവരുടെ നിലപാട് ഉറക്കെ വിളിച്ചു പറയും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജൻസികളുടെ വോട്ടുകൾ നിർണായകമാകും. ക്യാമറാമാൻ സുരേഷിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. നേരത്തെ സൂചിപ്പിച്ച ഒരു വാർത്തയിലേക്കാണ്. സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ മുസ്ലിം ലീഗിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു. സാധാരണ എപ്പോഴും മുസ്ലിം ലീഗ് വളരെ കൃത്യമായി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇത്തവണ കുറച്ച് വ്യത്യസ്തമായി കണ്ടതാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ TK അരവിന്ദൻ നൽകും. അരവിന്ദൻ, ഈ അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണിപ്പോൾ ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെന്ന് മനസ്സിലാക്കി തരുന്നത്. കുഞ്ഞാലിക്കുട്ടിക്കെതിരെയാണ് പരോക്ഷമായ വിമർശനങ്ങൾ. തീർച്ചയായും കുഞ്ഞാലിക്കുട്ടിക്കെതിരെയാണ് ഇത്തരം പരാമർശം ഉണ്ടായിട്ടുള്ളത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കഴിഞ്ഞ ദിവസം തന്നെ അബ്ദുറഹ്മാൻ രണ്ടത്താണി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിൽ ഒരു വിമർശനം ഉണ്ടായിരുന്നു. പക്ഷേ അല്പസമയത്തിന് അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഇന്ന് പുലർച്ചെയാണ് മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം തന്നെ നിലപാട് കൂടുതൽ വ്യക്തമാക്കിയത്. ഇതിന്റെ ഒരു പ്രധാന കാരണം PM സമീറിനെ തിരൂരങ്ങാടിയിൽ സ്ഥാനാർത്ഥിയാക്കി. നമുക്കറിയാം, നേരത്തെ തിരൂരങ്ങാടിയിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണി സ്ഥാനാർത്ഥിയായിരുന്നു, മത്സരിച്ച് വിജയിച്ച MLA ആയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ കുറെ കാലങ്ങളായി അദ്ദേഹം MLA അല്ല. കഴിഞ്ഞ തവണയും എല്ലാം അദ്ദേഹം അതിനു വേണ്ടി ശ്രമിച്ചിരുന്നു, പക്ഷേ ലഭിച്ചില്ല. ഇത്തവണയെങ്കിലും പരിഗണിക്കപ്പെടുമെന്നുള്ള ഒരു ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. അതുപോലെ തന്നെയാണ് പരിചയസമ്പന്നരായ മണ്ഡലം കമ്മിറ്റി പോലും ആവശ്യപ്പെടാത്ത ഒരാളെ, പഞ്ചായത്ത് കമ്മിറ്റി പോലും ആവശ്യപ്പെടാത്ത ഒരാളെ അവിടെ സ്ഥാനാർത്ഥിയാക്കി പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. ഖലീഫ പോലും വിമർശനത്തിന് വിധേയമായിട്ടുണ്ട്. പാർട്ടിയിൽ ആരും വിമർശനത്തിന് അതീതരല്ല എന്ന് അദ്ദേഹം പറയുന്നു. രണ്ടത്താണിയുടെ വിമർശനം എങ്ങനെയാണ് ഇനി മുസ്ലിം ലീഗ് എടുക്കുക എന്നുള്ളതാണ് പ്രധാനമായും അറിയേണ്ടത്. ഏതായാലും TK അരവിന്ദനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇനിയും വാർത്തകൾ ഒരുപക്ഷെ മലപ്പുറത്ത് നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ റയൽ മാഡ്രിഡും PSG ആഴ്സണലും ക്വാർട്ടറിൽ പ്രവേശിച്ചു. കരുത്തരായ മാഞ്ചസ്റ്റർ സിറ്റിയെ 2-1 പരാജയപ്പെടുത്തിയാണ് റയൽ മാഡ്രിഡ് തങ്ങളുടെ ആധിപത്യം ഒരിക്കൽ കൂടി തെളിയിച്ചത്. അതേസമയം ചെൽസിയെ 3-0 പരാജയപ്പെടുത്തി PSG ക്വാർട്ടറിലേക്ക് ടിക്കറ്റ് എടുത്തു. ജർമ്മൻ ക്ലബായ ബയർ ലെവർകൂസന്റെ വെല്ലുവിളി അതിജീവിച്ച ആഴ്സണൽ രണ്ടാം പാദത്തിൽ എബെറച്ചിയെസ, ഡെക്ലാൻ റൈസ് എന്നിവരുടെ ഗോളുകളിൽ 2-0 വിജയിച്ചാണ് അവസാന 8-ൽ ഇടം നേടിയത്. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ നിരവധി വാർത്തകളുടെ അപ്ഡേഷൻസ് വരുന്നു. ഒപ്പം രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്ന ചില പ്രഖ്യാപനങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യതയുടെ വാർത്തകളിലേക്കൊക്കെ വരാം. അത് നിങ്ങൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്.